നമ്മുടെ ജീവശാസ്ത്രം എന്നുള്ള വിഷയമാണ് ബയോളജി. അത് നമ്മൾ പൊതുവെ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന വിഷയമാണ്. അതിന് മലയാളത്തിൽ ജീവശാസ്ത്രം എന്നാണ് പറയുന്നത്. ജീവൻ നിലനിൽക്കുന്ന ശാസ്ത്രം. നമ്മൾ സാധാരണഗതിയിൽ ഹോസ്പിറ്റലിലെല്ലാം നമുക്ക് ഓരോ അസുഖങ്ങൾ വരുമ്പോൾ പക്ഷെ നമുക്ക് ആ അസുഖം എങ്ങനെയുണ്ടാകും, അതെങ്ങനെ മാറണം, എന്തിൽ നിന്നുണ്ടാകും, എന്തെല്ലാം കഴിക്കണം, എന്തെല്ലാം ചെയ്യണം എന്നൊന്നും നമ്മളെന്താണ് അറിയാത്ത പോലെ കാണിക്കുന്നത്. നിങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുന്ന അറിവുണ്ടാകാനാണ് പറയുന്നത്. ഡോക്ടർമാർ MBBS പഠിച്ചാലും അതുപോലെ മരുന്നെടുക്കാൻ പോകുന്ന ഫാർമസിസ്റ്റ് പഠിച്ചാലും അല്ലാത്തവർ നേഴ്സായാലും ലാബ് ടെക്നീഷ്യൻ പഠിച്ചവരായാലും അല്ലെങ്കിൽ ആശാ വർക്കറിൻ്റെ കോഴ്സ് പഠിച്ചവരാണെങ്കിലും നമ്മളിതുപോലെ തന്നെ ജീവശാസ്ത്രം എന്ന് പറയുന്നൊരു വിഷയം ഈ പഠിച്ചതാണ് നമ്മളെല്ലാവരും ജോലിയിൽ കാണിക്കുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു മരുന്നിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യണം, ഏതെല്ലാം ചെയ്യണം, ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പോയി പഠിച്ചതിന് ശേഷമാണ് നമ്മൾ അത് ആ ജോലിയിൽ കാണിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് വെറുതെ എവിടെന്നെങ്കിലും അറിവ് കിട്ടും ഒരിക്കലുമില്ല. ഇനി 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ബേസിക് സയൻസ് ആയിട്ട് അത് ആ ഒരൊറ്റ ബുക്കിൽ തന്നെ ബയോളജി ഉണ്ടാവും, ഫിസിക്സും ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും. ഈ ബയോളജി ഇപ്പോൾ ഒരു LDCയുടെ ബുക്കാണ്. നിങ്ങൾ ഈ പുസ്തകം നിങ്ങൾ സാധാരണഗതിയിൽ പരീക്ഷ എഴുതാനും നിങ്ങൾക്ക് പഠിക്കാനും വേണ്ടി മാത്രം കേവലം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എന്നാൽ ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ പ്രാവർത്തികമാക്കുന്നു. ഓരോ രോഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ബാവുളിക്കും, എന്തെല്ലാം കഴിക്കേണ്ടി വരും, അല്ലെ എന്തെല്ലാം ചെയ്യും, എന്തിൽ നിന്നാണ് ഈ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത്, ഇതെല്ലാം നിങ്ങൾ തന്നെ അന്തം വിട്ടു പോകും. എന്ത് ചെയ്യണം, അല്ലെ ഓരോ അസുഖങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നിങ്ങൾ എന്താണ് ആരും ഈ പഠിക്കുന്നത് അറിവുണ്ടാകാനെന്ന് പറഞ്ഞിട്ട് ഈ ബയോളജി എന്നൊരു വിഷയം കൊണ്ട് നിങ്ങളെല്ലാവരും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. കോശ ശ്വസനം എന്ന് പറഞ്ഞാൽ കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസ്